ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ജയനാണെങ്കിൽ ദേവയാനിയോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ ദേവയാനി എന്തായാലും സ്വർണ്ണമൊക്കെ അവർ തന്നെയാണ് കൈവശം വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ കൂടുതൽ സംശയിക്കണം. അന്നും ഇതുപോലെ ജേട്ടാ അവൾക്ക് വേണ്ടി സ്ഥലം മേടിച്ചൊന്നും പറഞ്ഞ് അവർ നമ്മളെ കൊണ്ടുപോയി കാണിച്ചായിരുന്നു. പിന്നെ അതിനെപ്പറ്റി ഒരു അറിവുമില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഓരോന്നോരോന്നായിട്ട് അന്വേഷിക്കണം. നമ്മുടെ അനിക്ക് ചതി പറ്റിയോ എന്നൊരു സംശയമുണ്ട്. മൊത്തത്തിൽ അവരനിയങ്ങ് മുക്കി, അതാണ് സത്യം എന്നും പറയുക. ഇത് കേട്ടതും ദേവയാനിയുടെ മനസ്സങ്ങ് തകർന്നുപോയി. ചേട്ടാ എനിക്ക് നല്ല സങ്കടമുണ്ട്. ആദർശിനെ പോലെ തന്നെയാണ് എനിക്ക് അനിയും. അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ ജീവിതം തകർന്നു എന്നറിയുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ചേട്ടാ, സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാനാ, അപ്പോഴൊക്കെ നിനക്ക് നിന്റെ മരുമകളോടും അവളുടെ കുടുംബത്തിലുള്ളവരോടും ദേഷ്യം വരുന്നില്ലേ? അതുകൊണ്ട് തന്നെ ആ നെക്ലസ് കാണാതെ പോയതിൻ്റെ പേരിൽ നയനയുടെ അച്ഛനെയും അമ്മയും ഒക്കെ നീ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ദേവയാനി. എന്നിട്ടും ആ കൊച്ച് എല്ലാം മനസ്സിലടക്കി ഒതുക്കി പിടിച്ച് ജീവിക്കുമായിരുന്നു. എന്തായാലും ഇപ്പോൾ സത്യങ്ങളൊക്കെ തെളിഞ്ഞല്ലോ. ഇനിയെങ്കിലും അനാമികയുടെ അടുത്ത് നിന്ന് കുറച്ച് ദൂരം മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. അതെന്തായാലും ഞാൻ ആ അകൽച്ച കാണിക്കും ചേട്ടാ. കാരണം സത്യം കള്ളം പിടിക്കപ്പെട്ട സ്ഥിതിക്ക് ഇനി ഉറപ്പായിട്ടും അവൾക്ക് കൊടുത്തതെല്ലാം എവിടെയുണ്ടെന്നും എല്ലാ കാര്യങ്ങളും അവൾ അച്ഛനെ ഏൽപ്പിക്കുന്നത് എന്തിനാണെന്നും ഒക്കെ എനിക്ക് കണ്ടുപിടിച്ചേ മതിയാവും. ഇനി അവളെ വെറുതെ വിടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അബിയാണ്. അബിയാണെങ്കിൽ ഓഫീസിലെത്തി. GM കസാരയിൽ ഞെളിഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അബി അകത്തേക്ക് എത്തിയത്. അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ ആ കസാരയിൽ മാനേജറായിട്ട് നിന്നാൾ കയറിയിരിക്കുന്നു. അപ്പം നമ്മുടെ അബി ചോദിക്കുക, താനെന്താടെ ഇവിടെ, താനെന്തിനാ അതിൽ കയറിയിരിക്കുന്നത്? തനിക്ക് എന്താ സാമാന്യ ബോധമില്ലേ? ഇത് എൻ്റെ കസാരയല്ലേ? സോറി സാർ, ആദർശ് സാറൊന്നും പറഞ്ഞില്ലേ? ഇല്ല, എന്താ കാര്യം? അപ്പോഴത്തേക്കും ആദർശ് അബിയുടെ ഫോണിലേക്ക് വിളിക്കുക. ഹലോ ഏട്ടാ, നീ ഇനി മുതൽ JM കസാരയിലിരിക്കണ്ട. നീ സാധാരണ സ്റ്റാഫായിട്ടിരുന്നാൽ മതി. നീയേ മൂർത്തീസ് ജ്വല്ലറിയുടെ സ്റ്റാഫായിരുന്നു. അവിടെ നിന്നാ നിനക്ക് പ്രമോഷൻ തന്നത്. പക്ഷെ കള്ളനായ ഒരുത്തനെ GM കസാരയിൽ ഇരുത്തണ്ടെന്നാ എൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അവിടെ നോക്കി നടത്തുന്നത് ജെയിംസ് ആയിരിക്കും. ജെയിംസ് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. കോഴിക്കോട് ബ്രാഞ്ച് വലിയ നിലയിലെത്തിച്ചതും മുന്നേറ്റിയതും ജെയിംസാണ്. അതുകൊണ്ട് തന്നെ ഇനി ജെയിംസ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. നിനക്കതിൽ എതിർപ്പുണ്ടെങ്കിൽ നിനക്ക് അവിടെ ഒന്നും പിരിഞ്ഞു പോവാം. ഇവിടെ ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല നീ ജ്വല്ലറിയിൽ ജോലി ചെയ്യണമെന്ന്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ കാര്യം ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചതല്ല. മുത്തശ്ശനും അച്ഛനും ഇളയച്ഛനും ഞാനും എല്ലാവരും കൂടെ ചേർന്നെടുത്ത തീരുമാനമാണ്. അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. നീ എത്രയൊക്കെ പ്രതിഷേധിച്ചാലും നവ്യയെ മുന്നിൽ നിർത്തി നീ സംസാരിപ്പിച്ചാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. മനസ്സിലായല്ലോ? ഒരു കാര്യമുണ്ട്, ജെയിംസ് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് ജെയിംസ് പറയുന്നതും കേട്ട് അവിടെ നിന്നാൽ മതി. ജെയിംസിൻ്റെ വാക്ക് കേട്ട് അവിടുത്തെ സ്റ്റാഫായിരിക്കണം നീ. മനസ്സിലായല്ലോ? ശരി കേട്ടാ. എന്നാൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഫോൺ കട്ട് ചെയ്യുക. സാറേ, എന്നോട് ആദർശ് സാറ് പറഞ്ഞത് തന്നെ സാറെന്ന് പോലും വിളിക്കണ്ടെന്നാ. പക്ഷെ സാറേന്ന് വിളിച്ചു പോയതുകൊണ്ട് ആ വിളി അങ്ങ് മാറ്റാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, എനിക്ക് സാറിനോട് വലിയ കൂറൊന്നുമില്ല. പിന്നെ ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ പണിയെടുത്ത് നിൽക്കാൻ പറ്റുമെങ്കിലും നിന്നാൽ മതി. ഇല്ലെങ്കിൽ ആദർശ് സാറ് പറഞ്ഞിട്ടുണ്ട് സാറിനെ ഇറക്കി വിട്ടോളെ. പിന്നെ സാറ് ഫീൽഡ് വർക്കിനൊന്നും പോകണ്ട, ഇവിടെ തന്നെ ഇരുന്നാൽ മതി. ഓഫീസിലിരുന്ന് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തോ. എന്തായാലും സാറിൻ്റെ കീഴിൽ വർക്ക് ചെയ്ത ആളല്ലേ ഞാൻ. അതുകൊണ്ട് സാർ എന്നോട് ഇതാക്കണം, എന്നോട് ക്ഷമിക്കണം സാറേ, വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം അബിക്കാണെങ്കിൽ ദേഷ്യം കയറിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവുക. അപ്പോൾ ജെയിംസ് ആലോചിക്കുകയാണ്, എന്തിനു വേണ്ടി കള്ളത്തരങ്ങൾ ചെയ്യുന്നേ? സ്വന്തം സ്ഥാപനത്തിനോട് കള്ളം ചെയ്യുന്നവരെ വെച്ച് പൊറപ്പിക്കരുത്. അവർക്കൊക്കെ അഹങ്കാരം കൂടും. അവരുടെയൊക്കെ ഓരോ നീക്കവും നമ്മൾ കണ്ടെത്തിയേ മതിയാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജെയിംസ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം അബി, എന്നെ ഇവിടെ നിന്ന് മാറ്റിയല്ലേ, ഇനി ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. ആദർശേ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നും ആലോചിച്ചുകൊണ്ട് അബി നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാമികയാണ്. അനാമിക അവിടെ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ദേവയാനി വന്നു. മോളെ അനാമികെ, എന്താ വലിയമ്മേ? മോളെ, ഞാൻ നിനക്ക് കുറേ സ്വർണ്ണാഭരണങ്ങൾ തന്നായിരുന്നില്ലേ, അതൊക്കെ എവിടെ? അത് പിന്നെ അതൊക്കെ അച്ഛൻ്റെ കയ്യിലമ്മ ഉള്ളത്. അതെന്തിനാ മോളെ അങ്ങോട്ട് കൊടുത്തത്? അല്ല, അച്ഛനോട് ഞാൻ ലോക്കറിൽ വെക്കാൻ പറഞ്ഞു കൊടുത്തതാ അമ്മേ. അതെന്തിനാ? അല്ല, ഇവിടെ ഇരിക്കുന്നതും ലോക്കറിലിരിക്കുന്നതും ഒന്നു തന്നെയല്ല അമ്മേ, അതുകൊണ്ടാണ് ലോക്കറിൽ വെക്കാൻ പറഞ്ഞത്. എന്നാൽ പിന്നെ മോളത് എത്രയും പെട്ടെന്ന് തിരിച്ചെടുപ്പിക്കണം. എന്തിന്? അത് പിന്നെ പുതിയ ഫാഷൻ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് മോളെ, അതുകൊണ്ട് നമുക്കതൊക്കെ ഒന്ന് മാറ്റി മേടിക്കാം. എനിക്ക് ഫാഷനൊന്നും വേണ്ട വല്യമ്മേ. മോൾ അങ്ങനെ പറഞ്ഞാലും മോൾക്ക് സമ്മാനം തരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പുതിയ സ്വർണം വരുമ്പോൾ പഴയതൊക്കെ മാറ്റി മേടിക്കാറുള്ളത് ഇവിടെ പതിവാ. അതുകൊണ്ട് മോൾ അച്ഛനെ വിളിച്ചിട്ട് അത് എടുത്തുകൊണ്ട് വരാൻ പറ കേട്ടോ.
എന്നും പറയണം. അത് കേട്ടത് ശരി വല്യമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക ആകെ പെട്ടുപോയ അവസ്ഥയിൽ നിൽക്കുക. ഈ സമയം ഇവരെ കൊണ്ട് വല്ലാത്ത മേടാണല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ അനാമിക നേരെ വീട്ടിലേക്ക് പോവുക. വീട്ടിലെത്തിയതും അനാമിക അച്ഛനും അമ്മയും കാണും. അപ്പോൾ അമ്മ ചോദിക്കുക, എന്താ മോളെ അനന്തപുരിയിൽ വീണ്ടും പ്രശ്നം ഉണ്ടായോ? എൻ്റെ അമ്മേ അവിടെ പ്രശ്നങ്ങളേ ഉള്ളൂ. എന്തു പറ്റി? അവരെനിക്ക് തന്ന സ്വർണം മുഴുവനും തിരിച്ചു ചോദിച്ചിരിക്കുക. ആര്? വലിയമ്മ. അല്ലാതെ ആരാ? വല്യമ്മയോ ദേവയാനിയോ? എന്തിന്? അവർക്ക് അതൊക്കെ കൊടുത്ത് പുതിയത് മാറ്റി മേടിക്കണമെന്ന്. അത് കേട്ടതും അത് തെറ്റല്ലേ മോളെ, മോൾക്ക് സമ്മാനമായിട്ട് തന്ന സ്വർണം പുതിയത് മാറ്റണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളല്ലേ. എൻ്റെ അച്ഛ, എനിക്കതൊന്നും പറയാൻ പറ്റില്ല. കാരണം സ്വർണം ലോക്കറിലിരിക്കുന്നു എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. പക്ഷെ അതിനിടയിൽ സ്വർണം വിറ്റെന്നെങ്ങനെ അവരറിഞ്ഞ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാലോ. ഒരു കള്ളം പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാ കള്ളവും ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് വരിക. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു രക്ഷയുമില്ല എന്നൊക്കെ പറയാം. എന്തായാലും ഞാൻ ദേവയാനി ഒന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വേണു ഫോൺ എടുത്ത് ദേവയാനിയെ വിളിക്കുക. ഹലോ ദേവയാനി. എന്താ വേണു? ഒരബദ്ധം പറ്റിയിട്ടോ. അന്ന് മോൾക്ക് വേണ്ടി ഞാനൊരു വലിയ സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതെ, ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് 1 കോടി രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 1 കോടി രൂപ കൊടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആ സ്വർണ്ണം അങ്ങ് പണയം വെച്ചു. അത് പണയം വെച്ചിട്ടാ അങ്ങോട്ട് പൈസ കൊടുത്തത്. എവിടെയാണ് പണയം വെച്ചിരിക്കുന്നത് എന്നും ദേവയാനി ചോദിക്കുക. ഇത് കേട്ടതും വേണു, അയ്യോ ഒരു അബദ്ധം പറ്റി, പണയം വെച്ചതല്ല, വിറ്റു. അല്ലെങ്കിലും പണയം വെക്കാൻ പറ്റില്ലല്ലോ, പണയം വെച്ചാൽ പലിശ കൊടുക്കണ്ടേ, വിൽക്കുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? എന്നിട്ട് ഇത് അനാമികയ്ക്ക് അറിയില്ലേ? ഇല്ല, മോൾക്കിത് അറിയില്ലായിരുന്നു. ഇത് ശരിയല്ല കേട്ടോ. മോളുടെ സ്വർണം മോളും അനിയും അറിയാതെ ഇങ്ങനെ പണയം വെക്കുന്നതും വിൽക്കുന്നതും ഒക്കെ തെറ്റല്ലേ? സോറി ദേവയാനി, പെട്ടെന്നൊരു അത്യാവശ്യം വന്നപ്പോൾ ആരോടും ചോദിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, ക്ഷമിച്ചളഞ്ഞേരെ എന്നും പറയാം. ശരി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ദേവയാനി. എന്നിട്ട് ദേവയാനി ആലോചിക്കുക, അപ്പോൾ എല്ലാവരും പറയുന്നത് എത്രയോ സത്യമാണ്. നമ്മൾ എന്തൊക്കെ കൊടുത്താലും അനാമികയുടെ കയ്യിലത് നിൽക്കില്ല, അവർക്ക് കടം വീട്ടാൻ മാത്രമേ അത് തികയൂ എന്നും ആലോചിച്ചുകൊണ്ട് ദേവയാനി അങ്ങനെ അവിടെ നിൽക്കുവാണ്. ഈ സമയം പിന്നീട് വേണുവിനോട് അനാമിക ചോദിക്കുക, അച്ഛനെന്തിനാ അത് വിറ്റു എന്ന് പറഞ്ഞേ? എൻ്റെ മോളെ പണയം വെച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് എവിടെയാണെന്ന് അവർക്കറിയണം, അവിടെ പോയി അന്വേഷിക്കാനായിരിക്കും, അതുകൊണ്ടാണ് ഞാനതങ്ങ് വിറ്റു എന്ന് പറഞ്ഞത്. ഇപ്പം പ്രശ്നം തീർന്നില്ലേ? ഇനി അവർക്ക് നമ്മുടെ മേലെ സംശയങ്ങളുടെ മേലെ സംശയമായിരിക്കും വെച്ചാൽ. എനിക്കാണെങ്കിൽ പേടിയാവുക. മോളെ പേടിക്കൊന്നും വേണ്ട, നമുക്ക് നോക്കാം കാര്യങ്ങൾ എവിടം വരെ പോകുമെന്ന്. പിടിച്ചു നിൽക്കാനൊക്കെ അച്ഛനറിയാം, മോൾക്കും അറിയാമല്ലോ. മോളെ അവിടെ നിന്നും ഇറങ്ങിപ്പോരേണ്ട അവസ്ഥ വന്നാൽ എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുത്തോളണം, എന്നിട്ടേ ഇറങ്ങിപ്പോരാവും. അത് കേട്ടതും നമ്മുടെ അനാമിക, ഇനിയിപ്പോൾ ഒന്നും പിടിച്ചെടുക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നേ. ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് പോലും എന്നോട് ദേഷ്യമായി തുടങ്ങി, പ്രത്യേകിച്ച് അച്ഛൻ്റെ കയ്യിൽ നിന്നും ആ നെക്ലസ് കിട്ടിയ സ്ഥിതിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതാക്കുവാണ്. ഈ സമയമാണെങ്കിൽ നമ്മുടെ അനാമിക ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുക. എന്നാലും മോളെ എന്തൊരു കഷ്ടമാണ് ഇത്, എങ്ങനെയാണ് ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് പിടിക്കുന്നു? ഒരുത്തി പോലീസായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അവളാ എല്ലാം കണ്ടുപിടിച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം നമ്മുടെ ദേവയാനി പോയി നന്ദുവിനെ കാണുക. അപ്പോൾ നന്ദു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മോളെ എനിക്കും തെറ്റ് പറ്റിപ്പോയി മോളെ. എന്തിനാ അമ്മേ തെറ്റ് പറ്റിയെന്ന് പറയുന്നേ? എന്ത് ചെയ്യാനാ മോളെ? അന്ന് അനാമിക മോൾക്ക് കൊടുത്ത നെക്ലസ് കളവ് പോയെന്ന് പറഞ്ഞ് മോളുടെ ചേച്ചിമാരെയും മോളുടെ അച്ഛനെയും അമ്മയും ഒക്കെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പം മനസ്സിലായി അനാമികയുടെ വീട്ടുകാർ കള്ളം ചെയ്തവരാന്ന്. മോൾക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? ഞാനെന്തിനാ അമ്മയോട് ദേഷ്യപ്പെടുന്നേ? അല്ല മോളെ, അന്ന് അനയുടെ കല്യാണം നടന്നപ്പോൾ മോളോടും മോളുടെ വീട്ടുകാരോടും ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടു. ആ ദേഷ്യം മുഴുവനും എനിക്ക് മോൾ ആ വീട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു. അന്നും എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ആദർശ് നയനയും എതിർത്തത് പോലും എന്നെക്കുറിച്ച് ഓർത്തിട്ടാ. അത് മാത്രമല്ല, ആദർശ് മോളെ കെട്ടിച്ചു കൊടുക്കണമെന്ന് എനിക്ക് പറഞ്ഞാലും എനിക്കതിൽ എതിർപ്പായിരുന്നു തന്നെയായിരുന്നു. ഞാനും ജാനകിയൊക്കെ അതിനെ എതിർത്താനായിരുന്നു. അതുകൊണ്ടായിരിക്കും നയനമോള് മനഃപൂർവ്വം മാറി നിന്നത്. ആൻറ്റി, അമ്മേ, ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ എന്ത് പറഞ്ഞാലും ഞാനും അനിയും ഒന്നിക്കാൻ വേണ്ടി ഞാൻ കള്ളങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ പറയുന്നവർ അനന്തപുരിയിലും ഉണ്ട്. അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്. ആദ്യം മുതലേ എനിക്കറിയാം, കടം കയറി മുങ്ങിക്കിടക്കുന്ന ഫാമിലിയാണ് അനാമികയുടെ ഫാമിലി. ഞാൻ അന്വേഷിച്ചതിൽ എനിക്കങ്ങനെയാണ് മനസ്സിലായത്. വേണു എന്ന് പറഞ്ഞാൽ നാട് നീളെ കടം മേടിച്ച് അതൊന്നും കെട്ടാൻ പറ്റാതെ ആ വേണു എല്ലാം വിറ്റ് തൊലച്ച് ചാകാനായിട്ട് പോകുന്ന സമയത്താണ് ഈ അനാമിക അനിയെ കാണുന്നതും അനിയെ കല്യാണം കഴിക്കാനായിട്ടുള്ള തീരുമാനം ഉണ്ടാകുന്നതും. അങ്ങനെ അവർ അനന്തപുരിയിലേക്ക് എത്തിയതും അനിയെ കല്യാണം കഴിച്ച് അവരുടെ കടം മുഴുവനും വീട്ടാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ അനിയെ മൊത്തത്തിൽ അങ്ങ് മുക്കിയെന്ന് പറയാം. അനിയുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയതിൽ സങ്കടമുണ്ട്. പക്ഷെ ഞാനതെങ്ങാനും പറഞ്ഞാൽ എല്ലാവരും വെറുതെ എൻ്റെ മെക്കിട്ട് കയറും.
അതിനേക്കാൾ നല്ലത് പറയാതിരിക്കുന്നതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ നിൽക്കുവാണേ സമയം. ശരി മോളെ, ഈ അമ്മയ്ക്ക് ഒരുപാട് വലിയ തെറ്റാ പറ്റിയത്. തെറ്റിന് വല്ല പ്രായച്ചിത്തം ഉണ്ടോ എന്ന് നോക്കി നടക്കണം, അതല്ലാതെ വേറെ വഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി കാറി കയറി പോവുകയാണ്. ഈ സമയം നന്ദു സങ്കടത്തോടെ നിൽക്കുക. പാവാനി അവൻ്റെ ജീവിതം ആകെ തകർന്നു പോയി എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. ദേവയാനിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈശ്വര, എന്നാലും വലിയൊരു ചതിയാ അനന്തപുരിക്കാരോട് അവൾ ചെയ്തത്. ഇതിനെ ഒരിക്കലും അവൾക്ക് മാപ്പ് കൊടുക്കാനാവില്ല. എന്തൊരു കഷ്ടമാണ്, എന്തിനു വേണ്ടിയാ അവളിങ്ങനെയൊക്കെ ചെയ്തത്? സ്വർണം മുഴുവനും വിറ്റും പണയം വെച്ചുമൊക്കെ അവൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും പിന്നീട് ദേവയാനി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അനി വരിക. ആഹാ വലിയമ്മേ, ഇപ്പം മനസ്സിലായോ ഒരുത്തിയുടെ സ്വഭാവം? ഈ സ്വഭാവമൊക്കെ ഞാൻ ആദ്യമേ അറിഞ്ഞതാ, എന്നിട്ട് വലിയമ്മയോട് എല്ലാം പറയുകയും ചെയ്താ. പക്ഷെ ആരും എന്നെ വിശ്വസിച്ചില്ല. അത് മാത്രമല്ല, എല്ലാവരും കൂടെ അവളെ എൻ്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്തു. എന്നിട്ട് ഇപ്പം മനസ്സിലായില്ലേ അവൾ ഈ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവളാ. എൻ്റെ വല്യമ്മ അവൾ കടത്തിൽ മുങ്ങി നിൽക്കുന്നവളാണെന്നും അവളുടെ അച്ഛനും അമ്മയും ആ കടം വീട്ടാൻ വേണ്ടിയാണ് അനന്തപുരിയിലേക്ക് അവരുടെ മകളെ അയച്ചു വിട്ടതെന്നും എനിക്ക് നേരത്തെ മനസ്സിലായായിരുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞിട്ട് ഈ കല്യാണം നീട്ടിവെക്കണമെന്ന് വരെ പറഞ്ഞതാ. അവസാനം ആരും അത് കേട്ടില്ല. എല്ലാവരും കൂടെ പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണമെന്നും പറഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് അവളെ വലിച്ചിങ്ങോട്ട് അയച്ചു. ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല അവളുടെ കൂടെ. അത് കേട്ടതും നമ്മുടെ ദേവയാനി എന്ത് ചെയ്യാനാ മോനെ? വലിയമ്മേ, ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ സത്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ, ഇനിയെങ്കിലും അവളെ ഇവിടെ നിന്നും ഇറക്കി വിടാൻ നോക്ക്. അത് കേട്ടതും അത് ഞാൻ മാത്രം തീരുമാനിച്ച പോരല്ലോ മോനെ എന്നും പറയുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ അജയൻ വരിക. ദേ വരുന്നു വേറൊരാൾ. അവളുടെ കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞതാ, അച്ഛൻ ഈ കല്യാണം ഇപ്പം നടത്തരുത്, ഇത്തിരി നീട്ടി വെക്കണം, സമയം എടുക്കട്ടെ എന്ന്. പക്ഷേ അച്ഛൻ സമ്മതിച്ചില്ല. എല്ലാവരുടെയും കൂടെ ചേർന്ന് എൻ്റെ അച്ഛൻ പോലും എന്നെ വിശ്വസിച്ചില്ല. അവളോടൊപ്പം ഞാൻ ജീവിക്കണം, അവളോടൊപ്പം ഞാൻ സന്തോഷമായിട്ട് ജീവിക്കണം, എൻ്റെയും കല്യാണം കഴിഞ്ഞാൽ ഞാൻ പക്വതയുള്ള പയ്യനായിട്ട് പെരുമാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് അച്ഛനുമാ. നീ മിണ്ടരുത്, നീ ഒരു വാക്ക് ഒരക്ഷരം എന്നോട് മിണ്ടരുത്. എടാ, ഈ കല്യാണം നടക്കാൻ കാരണക്കാരൻ നീയും കൂടിയല്ലേ? നീ ഞങ്ങളുടെ മാത്രം പേര് പറയുന്നത് എന്തിനാ? നീ എന്തൊക്കെയാ ചെയ്തത്? അവളെ നിന്റെ കവിത വായിച്ച് നിന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവളെ ഇങ്ങ് വലിച്ചുകൊണ്ട് വന്നത് നീയല്ലേ? അങ്ങനെയുള്ളപ്പോൾ നീ എന്നെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. നീ ഒറ്റരുത്തനാണ് അതൊക്കെ ചെയ്തത്. എൻ്റെ അച്ഛ, അവൾക്ക് കവിതയെക്കുറിച്ച് ഒരു ABCD പോലും അറിയില്ലായിരുന്നു. അവൾ ആ കവിത വായിച്ചിട്ട് ആ കവിതയുടെ ആശയം വേറെ ആരോടൊക്കെയോ ചോദിച്ചിട്ട് അതിനുശേഷം അവൾ എൻ്റെ മുൻപിൽ വന്ന് ആ കവിതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൾക്ക് കവിതയെക്കുറിച്ച് നന്നായിട്ടറിയാം. കവിത എഴുതുന്ന ഒരു പെൺകുട്ടിയാണെന്ന് വിശ്വസിച്ചിട്ടാണ് ഞാൻ വേറൊരു ഉദ്ദേശവും ഇല്ലാതെ എൻ്റെ ഒരു നല്ല സുഹൃത്തായിട്ട് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. പക്ഷെ എൻ്റെയും അനാമികയുടെയും കളിയും ചിരിയും സംസാരവും എല്ലാം അത് വേറെ രീതിയിലാക്കിയെടുത്ത് എല്ലാവരും കൂടെ എന്നെയും അവളെയും തെറ്റിദ്ധരിച്ചു. പക്ഷെ അവളുടെ മനസ്സിലിരിപ്പ് പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. അവളുടെ അച്ഛൻ്റെ അമ്മയുടെ ഉപദേശപ്രകാരം അവൾ അനന്തപുരിയിൽ വന്നു. അനന്തപുരിയിലെ മരുമകളായി അവൾക്ക് ഇഷ്ടം പോലെ സ്വർണ്ണങ്ങൾ സമ്മാനമായിട്ട് കിട്ടും. ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം അവളുടെ അച്ഛന് കൊടുക്കും. അയാൾ അതെല്ലാം വിറ്റ് അയാളുടെ കടം വീട്ടും. അതാണ് അവളുടെയും അവളുടെ കുടുംബക്കാരുടെയും ഉദ്ദേശം. മൊത്തത്തിൽ കടത്തിൽ മുങ്ങിക്കിടക്കുന്നവരെ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും എൻ്റെ ജീവിതം തകർന്നു. ഇനിയെങ്കിലും നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം തീരുമാനിച്ചില്ലെങ്കിലും അവളെ എൻ്റെ ജീവിതത്തിൽ നിന്നും ഇറക്കി വിടാനെങ്കിലും ഒന്ന് തീരുമാനിക്കുക. അതിനുശേഷം ആ നുണച്ചിയെയും ആ കള്ളിയെയും ഇവിടെ നിന്ന് ഇറക്കി വിടാൻ നോക്ക്. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലെങ്കിലേ നമ്മുടെ കുടുംബം തകർത്തിട്ട് ആ രാക്ഷസി ഇവിടെ നിന്നും പോകൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി അങ്ങോട്ട് പോവുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക ചെയ്യാം? ഒന്നും ചെയ്യാൻ പറ്റില്ല ഏട്ടത്തി. നമ്മൾ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞതാ. അനാമിക ഒരു പയ്യൻ്റെ കൂടെ ചുറ്റിക്കറങ്ങുന്ന കാര്യം അനി എന്നോട് പറഞ്ഞതാ. ആ ഫോട്ടോയും അനി എന്നെ കാണിച്ചതാ. പക്ഷേ അതൊക്കെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ ഞാൻ അവനോട് പറഞ്ഞു. അതിൻ്റെയൊക്കെ കാരണം അതൊക്കെ അനിയോടുള്ള ദേഷ്യം കൊണ്ട് അവൾ വെറുതെ ചെയ്യുന്നതെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അതിലൊക്കെ ഇപ്പം എന്തൊക്കെയോ സത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുക അജയ. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല. ഈ സംഭവം അബിയുടെ ജീവിതത്തിലാണ് നടന്നെങ്കിൽ ഞാൻ സന്തോഷിക്കുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അനിയായി പോയില്ലേ. എനിക്ക് ആദർശിനെ പോലെ തന്നെയാണ്. അവൻ്റെ ജീവിതം താറുമാറായത് കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അജയ. എങ്ങനെയെങ്കിലും അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അനന്തപുരിയിൽ നിന്നും എങ്ങനെയെങ്കിലും അവളെ പടിയിറക്കി വിടണം. അതിന് ജാനകിയോടും സത്യങ്ങൾ തുറന്നു പറയണം. ജാനകി എല്ലാം അറിയുന്നത് നല്ലതായിരിക്കും. ജാനകി എന്തൊക്കെ പറഞ്ഞാലും കള്ളങ്ങൾ ഒരുപാട് കണ്ടു നിൽക്കാൻ പറ്റാത്തവളാണ്. അതുകൊണ്ട് ജാനകി സത്യങ്ങൾ മനസ്സിലാക്കിയാൽ ചിലപ്പോൾ അനാമികയെ ഒന്ന് പറഞ്ഞു തിരുത്താൻ ശ്രമിക്കുമായിരിക്കും. അത് കേട്ടതും ഇല്ല ഏട്ടത്തി എന്താ വിചാരിച്ചേ? ഏട്ടത്തിയും ഈ കുടുംബത്തിലുള്ള സകലരും അങ്ങോട്ട് പോയി അവളുടെ മുൻപിൽ ചെന്ന് നിന്നിട്ട്
സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലും അവൾ വിശ്വസിക്കില്ല. ഏട്ടത്തിയുടെ മരുമോളും അതായത് നയനമോളും നന്ദുവും കൂടെ കളിക്കുന്ന കളിയാണ്, നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നേ അവൾ പറയും. അതുകൊണ്ട് ഇത് അവളോട് പറയാതിരിക്കുന്നതാ ഭേദം. അവളോടിത് പറയുന്നതും വെട്ടാൻ പോകുന്ന പോത്തിൻ്റെ ചെവിയിൽ വേദമോതുന്നതും ഒന്ന് തന്നെയാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അജയനങ്ങ് പോവുക. ഇതെല്ലാം കേട്ടതും സങ്കടപ്പെട്ട് ദേവയാനി നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.